നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. Globesecure ടെക്നോളജീസ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനിയാണ്. അവർ ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി സർവീസസുമാണ്. ഏകദേശം 34,92,200 ഓഹരികളാണ് ഇവർ ഫ്രഷായിട്ട് വിപണിയിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു 10.13 കോടി രൂപ ഇവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. മെയ് 23 മുതൽ 25 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. Globesecure ടെക്നോളജീസ് എന്ന ഈ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ധാരാളമായിട്ട് സൈബർ സെക്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്ട്സ്, ഇങ്ങനെ പല സർവീസസും കമ്പനി ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ബിസിനസ്സിനെ അവർ 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തേത്. അത് ത്രെറ്റ് ഇൻ്റലിജൻസ്, ത്രെറ്റ് മോണിറ്ററിങ്, ത്രെറ്റ് ഡിറ്റക്ഷൻ, പെനട്രേഷൻ ടെസ്റ്റിംഗ്, പിന്നെ വൾണറബിലിറ്റി മാനേജ്മെൻറ്റ്, ബ്രാൻഡ് മോണിറ്ററിങ് സർവീസസ്, മാനേജർ ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ്, ക്ലൗഡ് സെക്യൂരിറ്റി സർവീസസ്. ഇതെല്ലാമാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ള ബിസിനസ്സിൽ പെടുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് എന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്. അത് സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസ്, ഇൻഫർമേഷൻ ഓഡിറ്റ് സർവീസസ്, ഫ്രോഡ് ആൻഡ് റിസ്ക് അനാലിറ്റിക്സ്, IT സെക്യൂരിറ്റി അനാലിറ്റിക്സ്, ഇതെല്ലാമാണ് ഇൻ്റഗ്രേറ്റഡ് എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം അധികവും IT രംഗത്തെ സാങ്കേതിക പദങ്ങളാണ്. പിന്നെ മാനേജ്ഡ് സർവീസസ് എന്നുള്ള ഒരു മൂന്നാമത്തെ ഒരു കാറ്റഗറി വരുന്നത് മാനേജ്ഡ് നെറ്റ്വർക്ക്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി സപ്പോർട്ട് സർവീസസ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ആസ് എ സർവീസ്, പിന്നെ മാനേജ്ഡ് വയർലെസ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ബിസിനസ് പ്രോസസ്, ഇതെല്ലാമാണ് ഈ മാനേജ്ഡ് സർവീസസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു കമ്പനിയാണ് Globesecure ടെക്നോളജി. ഇതിൻ്റെ പ്രൊമോട്ടർ രാഘവൻ രാജ്കുമാറും ശരവണൻ നാരായണസ്വാമിയുമാണ്. അവരെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവർ ഇഷ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ കൈവശം 58.05% ഓഹരികൾ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 35.8% മാറും. അതായത് 34,92,200 ഓഹരികളാണ് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ആണ് 10.13 കോടി രൂപ. അപ്പോൾ അത്രയും പുതിയ ഓഹരികൾ കൂടി വന്നു കഴിയുമ്പോൾ ആണ് ഈ 58% ഉണ്ടായിരുന്നത് 35% മാറുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം. കാരണം കൂടുതൽ ഓഹരികൾ വന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട്. അപ്പോൾ SME കാറ്റഗറിയിൽ പെടുന്ന കമ്പനികളെക്കുറിച്ച് അറിയില്ല. SME എന്താണ്, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് കമ്പനികൾ എന്താണ് എന്നൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനൊരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടാൽ SMEകളെ കുറിച്ച് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഈ സമാഹരിക്കുന്ന മൂലധനം അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ കോർപ്പറേറ്റ് പർപ്പസസിന്, മറ്റ് കമ്പനിയുടെ മറ്റ് ആവശ്യങ്ങൾക്ക്, അത് കൂടാതെ ഇപ്പോൾ ഈ നടത്തുന്ന ഇഷ്യൂവിൻ്റെ ചെലവുകളും എല്ലാം ഈ ഫണ്ടിൽ നിന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് ഒന്ന് നോക്കാം. 2019 ഇതിൻ്റെ റവന്യൂ വന്നിരിക്കുന്നത് 1042.9 ലക്ഷം എന്നാണ്. ഇത് ലക്ഷത്തിലാണ് ഇതിൻ്റെ കണക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് 10.43 കോടി രൂപയാണ്. അതിൻ്റെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ അറ്റാദായം വന്നിരിക്കുന്നത് 61.7 ലക്ഷമാണ്. അപ്പോൾ അടുത്ത വർഷം വന്നിരിക്കുന്ന 1924.3 ലക്ഷമായിട്ട് അതിൻ്റെ റവന്യൂ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ അറ്റാദായം വന്നിരിക്കുന്നത് 11.8 ലക്ഷമാണ്. ഇനി അതിൻ്റെ അടുത്ത വർഷം 2021 1922.6 ലക്ഷമാണ് ഇതിൻ്റെ റവന്യൂ വന്നിരിക്കുന്നത്. അതായത് 19.23 കോടി രൂപയാണ്. അപ്പോൾ അറ്റാദായം വന്നിരിക്കുന്നത് 1.5 കോടിയാണ് ഇതിൻ്റെ ലാഭമായിട്ട് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 2021-22 പകുതി അർദ്ധവാർഷികമായിട്ട് നോക്കുകയാണെങ്കിൽ അത്രയും ഉള്ള കണക്കുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. 308.3 ലക്ഷമാണ് റവന്യൂ വന്നിരിക്കുന്നത്. അതുപോലെ
ഇതിൻ്റെ അറ്റാദായം ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 11.1 ലക്ഷമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ പ്രകടനം സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ചതാണ്. ഇതൊരു ന്യൂ ജനറേഷൻ കമ്പനി കൂടിയാണ്. സൈബർ സെക്യൂരിറ്റി കാര്യത്തിൽ വളരെ മുൻപിൽ നിൽക്കുന്ന വളരെ അറിയപ്പെടുന്ന ഒരു കമ്പനി കൂടിയാണിത്. കമ്പനിയിലെ 2021 വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ 2.01 ആണ്. അതുപോലെ തന്നെ ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ള പി റേഷ്യോ 14.43 എന്നും റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 13.55% ആയിട്ടുമാണ് കാണിക്കുന്നത്. പിന്നെ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ പെർ ഷെയർ 14.83 ആണ് കമ്പനിയുടെ. ഇനി നമുക്ക് GTEC എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ SME കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. മെയ് മാസം 23 മുതൽ 25 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിന് പ്രൈസ് ബാൻഡ് ഇല്ല. ഇത് ഫിക്സഡ് പ്രൈസ് ആണ്. ഒരു ഷെയറിന് 29 രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 34,92,000 ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. എല്ലാം ഫ്രഷ് ഓഹരിയാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ വാല്യൂ വരുന്നത് 10.13 കോടി രൂപയാണ്. ഇത് SME ആയതുകൊണ്ട് ഒരു ലോട്ട് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും. ഇത് 4000 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെക്കൻഡറി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വാങ്ങാനും വിൽക്കാനും ഈ ലോട്ടുകളിൽ തന്നെ വേണം. അത് ചില്ലറയായിട്ട് പറ്റില്ല. 4000-വും 4000-ന്റെ ഗുണിതങ്ങളുമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ വേണം ഇടപാട് നടത്താൻ. അത് SME കുറിച്ചുള്ള ആ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിങ്ങൾ അത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഫേസ് വാല്യൂ 10 രൂപയാണ്. ഇത് 50% ഓഹരികളും ചെറുകിടക്കാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. NSEയിലെ എമർജ് എന്ന് പറയുന്ന പ്രത്യേക SMEകളുടെ പ്ലാറ്റ്ഫോമിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകളിലേക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് 30-ാം തീയതിയാണ് മെയ് മാസത്തിൽ. റീഫണ്ട് വരുന്നത് 31-ാം തീയതിയും അതിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് തരുന്നതും 31-ാം തീയതി തന്നെയാണ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റിംഗ് വരുന്നത് ജൂൺ 2-ാം തീയതിയുമാണ്. അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എപ്പോഴും പറയാറുള്ള പോലെ SME ആയതുകൊണ്ടും ഇത് വലിയ തുകയുടെ ഇടപാട് ആയതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ചെറുകിടക്കാർ ഇതിൽ നിന്ന് മാറി നിൽക്കുക. തീരെ ചെറിയ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ നിന്ന് മാറി നിന്നിട്ട് അതിലും കുറച്ചും കൂടി മെച്ചമായിട്ട് ചെയ്യാനായിട്ട് ഉള്ള കഴിവുള്ളവർ ഇതിൽ ഇടപെടുക. അതായത് കുറച്ച് റിസ്ക് ആപ്പിറ്റൈറ്റ് ഉള്ള ഇൻവെസ്റ്റേഴ്സാണ് ഇതിൽ ഇടപെടാനായിട്ട് നല്ലത്. തീർച്ചയായിട്ടും ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഫ്യൂച്ചറിൽ ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് എന്നാണ് ഇത് പഠിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇത് നല്ല കമ്പനി എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സ്കൈലൈൻ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ രജിസ്ട്രാർ. അതുപോലെ ലീഡ് മാനേജർ ഫാസ്റ്റ് ട്രാക്ക് ഫിൻസെക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഗ്ലോബ്സെക്യൂർ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. ഈ IPO കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഉടൻ തന്നെ മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.